വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബനാസിർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് HSI നാച്ചുറൽ സയൻസ് സിലബസിനെ ബേസ് ചെയ്തൊരു ക്ലാസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെല്ലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ സെല്ലിൽ തന്നെ എൻഡോ മെമ്പറൈൻ സിസ്റ്റം അന്തർസ്ഥല വ്യവസ്ഥയെ കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്തർസ്ഥല വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഏതൊക്കെയാണ് അന്തർസ്ഥല വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കോശാംഗങ്ങൾ ഓർത്ത് നോക്കിയേ. ഏതൊക്കെയാണ് അന്തർസ്ഥല വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കോശാംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലേ. അന്തർദ്രവ്യ ജാലിക, അതുപോലെ ഗോൾഗി വസ്തുക്കൾ അല്ലെ, ഗോൾഗി വസ്തുക്കൾ, ഗോൾഗി കോംപ്ലക്സ്, അതുപോലെ ലൈസോസോമുകൾ, പിന്നെ ഫേനങ്ങൾ, ഇവയെല്ലാം അന്തർസ്ഥല വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ പറയുന്ന അന്തർസ്ഥല വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന ഇവയുടെ ഫംഗ്ഷൻസും അതുപോലെ ഇവ സ്ഥിതി ചെയ്യുന്ന എങ്ങനെയാണ്, ഇവയുടെ സ്ട്രക്ചറും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ പോകുന്ന ആരെ കുറിച്ചാണ്? അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അന്തർദ്രവ്യ ജാലിക. ഇവിടെ നോക്കാം, യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ കോശദ്രവ്യത്തിൽ ജാലികാരൂപേണ വ്യാപിച്ചു കിടക്കുന്ന വളരെ ചെറിയ കുഴലുകളുടെ സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക. അപ്പൊ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? യൂക്കാരിയോട്ടിക് കോശങ്ങൾ അല്ലെ. യൂക്കാരിയോട്ടിക് കോശങ്ങളില് കോശദ്രവ്യത്തില് എങ്ങനെയാണ് കാണപ്പെടുന്നത്? ജാലികാരൂപേണ വ്യാപിച്ചു കിടക്കുന്ന വളരെ ചെറിയ കുഴലുകളെയാണ് എന്തറിയപ്പെടുന്നത്? അന്തർദ്രവ്യ ജാലിക എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് വളരെ ചെറിയ കുഴലുകളാണ്. ചെറിയ രൂപത്തിലുള്ള ഈ കുഴലുകൾ എങ്ങനെ കാണപ്പെടുന്നു? ജാലികാ രൂപത്തിലാണ് കാണപ്പെടുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? കോശദ്രവ്യത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? അന്തർദ്രവ്യ ജാലിക എവിടെ കാണപ്പെടുന്നു? യൂക്കാരിയോട്ടിക് കോശങ്ങളെ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നു. എങ്ങനെ കാണപ്പെടുന്നു? ജാലികാ രൂപേണ കാണപ്പെടുന്നു. ജാലികാ രൂപേണ വളരെ ചെറിയ കുഴലുകളായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ അത് എവിടെ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അല്ലെ. ഇനി അപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അന്തർദ്രവ്യ ജാലിക എങ്ങനെ കാണപ്പെടും? യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ അന്തർദ്രവ്യ ജാലിക എത്തരത്തിൽ കാണപ്പെടുന്നു എന്ന് ചോദ്യം നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് കോശങ്ങളെ കോശദ്രവ്യത്തിലാണ് കാണപ്പെടുന്നത്. കോശദ്രവ്യത്തിൽ അത് എപ്രകാരം കാണപ്പെടുന്നു? ജാലികാ രൂപേണ വ്യാപിച്ചു കിടക്കുകയാണ്. എങ്ങനെ കാണപ്പെടുന്നു? വളരെ ചെറിയ കുഴലുകളായിട്ടാണ്, കുഴലുകളുടെ സമൂഹമായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. ഇനി അടുത്ത് മനസ്സിലാക്കിയാൽ എന്താണ് പോയിന്റ് മനസ്സിലാക്കുക? യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ കോശദ്രവ്യത്തിൽ ജാലികാരൂപേണ വ്യാപിച്ചു കിടക്കുന്ന വളരെ ചെറിയ കുഴലുകളുടെ സമൂഹത്തെയാണ് അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കോശത്തിനകത്തെ സ്ഥലത്തെ വ്യക്തമായി ഇവ രണ്ട് അറകളായിട്ട് വേർതിരിക്കും. അപ്പൊ ഈ അന്തർദ്രവ്യ ജാലിക കോശത്തിനകത്തെ സ്ഥലത്തെ വ്യക്തമായ രണ്ട് അറകളായിട്ട് ക്രമീകരിക്കും, വേർതിരിക്കും. അതിനെയാണ് ഒരു ഭാഗം, അതിന്റെ അന്തർദ്രവ്യ ജാലികയുടെ ഉൾഭാഗത്തെ ലാമിനൽ ഭാഗമെന്നും അന്തർദ്രവ്യ ജാലികയുടെ പുറം ഭാഗത്തെ എക്സ്ട്രാ ലൂമിനൽ ഭാഗമെന്നും അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് അറിയപ്പെടുന്നു. എന്താണ് ഈ കോശത്തിനുള്ളിലുള്ള ആ സ്ഥലത്തെ അന്തർദ്രവ്യ ജാലിക രണ്ട് വ്യക്തമായ അറകളായിട്ട് വേർതിരിക്കുന്നു. ആ വ്യക്തമായ അറകൾ ഏതൊക്കെയാണ്? അന്തർദ്രവ്യ ജാലികയുടെ ഉൾഭാഗത്തെയാണ് ലൂമിനൽ ഭാഗം എന്നറിയപ്പെടുന്നു. അന്തർദ്രവ്യ ജാലികയുടെ പുറം ഭാഗത്തെ എന്താ പറയുന്നു? എക്സ്ട്രാ ലൂമിനൽ അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അത് ഏത് ഭാഗമാണ്? കോശദ്രവ്യത്തിൽ ഉള്ള ഭാഗമാണ് ഇത് എക്സ്ട്രാ ലൂമിനൽ ഭാഗം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അന്തർദ്രവ്യ ജാലികയുടെ പുറം ഭാഗം എന്നാണ് എക്സ്ട്രാ ലൂമിനൽ, അല്ലെങ്കിൽ അതാണ് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഭാഗം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് അന്തർദ്രവ്യ ജാലികയുടെ സ്ട്രക്ചർ, അല്ലെങ്കിൽ അത് എവിടെ കാണപ്പെടുന്നു ചോദിക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്. അടുത്ത പോയിന്റ്, അന്തർദ്രവ്യ ജാലികയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്താണ്? അന്തർദ്രവ്യ ജാലികയുടെ മിക്ക അന്തർദ്രവ്യ ജാലിക എടുത്താലും അതിന്റെ ബാഹ്യപ്രതലത്തിൽ എന്ത് കാണപ്പെടുന്നില്ല? റൈബോസോമുകൾ പറ്റിപ്പിടിച്ച് കാണുന്നതായിട്ട് കാണപ്പെടുന്നു. മിക്ക അന്തർദ്രവ്യ ജാലികയുടെയും ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ പറ്റിപ്പിടിച്ച് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. അപ്പൊ ഈ അന്തർദ്രവ്യ ജാലികയ്ക്ക് നമ്മൾ പരിപരുത്ത അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അന്തർദ്രവ്യ ജാലികയുടെ ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ ഉണ്ടോ? അവ എന്ത് വിളിക്കുന്നു? പരിപരുത്ത അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എന്താണ്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ ഇല്ല. ചില അന്തർദ്രവ്യ ജാലികകളുടെ ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ കാണപ്പെടാറില്ല. അപ്പൊ അത്തരം അന്തർദ്രവ്യ ജാലികളെ നമ്മൾ എന്ത് വിളിക്കുന്നു? മിനുസ അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ പറയേണ്ടത്, ഈ പ്രധാനപ്പെട്ട ഈ പറയുന്ന റൈബോസോമുകൾ, അതായത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതായത് പരിപരുത്ത അന്തർദ്രവ്യ ജാലികയും അതുപോലെ തന്നെ മിനുസ അന്തർദ്രവ്യ ജാലികയും ഏതൊക്കെ കോശങ്ങളാണ് കാണപ്പെടുന്നതാണ് ഇത് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരിപരുത്ത അന്തർദ്രവ്യ ജാലികയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണയായിട്ട് ഏത് കോശങ്ങളാണ് ഇവ കാണപ്പെടുന്നത്? അതായത് മാംസ സംശ്ലേഷണം, സ്രവിപ്പിക്കൽ എന്നിവയിൽ ഏർപ്പെടുന്ന കോശങ്ങളിലാണ് ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെ കോശങ്ങളാണ്? മാംസ സംശ്ലേഷണം അതുപോലെ സ്രവിപ്പിക്കൽ എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശങ്ങളിലാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ പരിപരുത്ത അന്തർദ്രവ്യ ജാലിക കാണപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ട് കാണുന്നത് മർമ്മത്തിന്റെ ബാഹ്യസ്ഥലത്തിന് തുടർച്ചയായിട്ട് വ്യാപിച്ചു. അപ്പൊ മർമ്മത്തിന്റെ ബാഹ്യസ്ഥലത്തിന് തുടർച്ചയായിട്ട് എന്ത് കാണപ്പെടുന്നത്? അന്തർദ്രവ്യ ജാലിക കാണപ്പെടുന്നത്. അത് അന്തർദ്രവ്യ ജാലിക എങ്ങനെയുള്ള അന്തർദ്രവ്യ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് മർമ്മത്തിന്റെ ബാഹ്യസ്ഥലത്തിന് തുടർച്ചയായിട്ട് കാണപ്പെടുന്നത്. അത് മിക്കവാറും ഏതൊക്കെ കോശങ്ങളാണ് കാണപ്പെടുന്നത്? മാംസ സംശ്ലേഷണം അല്ലെങ്കിൽ സ്രവിപ്പിക്കൽ എന്നീ ധർമ്മങ്ങൾ ഏർപ്പെടുന്ന കോശങ്ങളിലാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പരിപരുത്ത അന്തർദ്രവ്യ ജാലിക കാണപ്പെടുന്നത് മനസ്സിലാക്കി വെക്കും. ഇനി നമ്മൾ പഠിച്ചു എന്താണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് അല്ലെങ്കിൽ മിനുസ അന്തർദ്രവ്യ ജാലിക. ഈ മിനുസ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത്
ഏത് കോശത്തിലെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കോശാംഗമാണ് എവിടെയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി മാംസത്തിന് ശ്രമിപ്പിക്കൽ എന്ന് പറയുന്ന ധർമ്മം നിർമ്മിക്കുന്ന കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ഏത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെ. അതുപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ഒരു കോശാംഗമാണ് ഏത് സംശ്ലേഷണം നടക്കുന്നത് വെച്ചാൽ അവിടെ ലിപ്പിഡുകളുടെ സംശ്ലേഷണം നടക്കുന്ന കോശങ്ങളിലെ കോശാംഗമാണ് ഇത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ലിപ്പിഡുകളുടെ സംശ്ലേഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആ ഒരു ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളിൽ കാണപ്പെടുന്ന കോശാംഗമാണ് ഏത് ഈ പറയുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ മിനുസ അന്തർദ്രവ്യ ജാലിക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ ലിപ്പിഡുകളെ പോലെ തന്നെ സ്റ്റീറോയിഡ് ഹോർമോണുകളെ ഇവ നിർമ്മിക്കുന്നു. അപ്പൊ ജന്തുകോശങ്ങൾ എടുക്കുകയാണെങ്കിൽ ലിപ്പിഡുകളെ പോലെ തന്നെ ഇവർ എന്ത് നിർമ്മിക്കുന്നുണ്ട്? സ്റ്റീറോയിഡ് ഹോർമോണുകളെ നിർമ്മിക്കുന്നു. അപ്പൊ ലിപ്പിഡുകളെ സംശ്ലേഷണം നടത്തുന്ന കോശാംഗം ഏതാണ് എന്ന് ചോദിച്ചാൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ മിനുസ അന്തർദ്രവ്യ ജാലിക എന്ന് മനസ്സിലാക്കാം. ഈ ലിപ്പിഡുകളെ ഉത്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജന്തുകോശങ്ങളില് സ്റ്റീറോയിഡ് ഹോർമോണുകളെ ആര് നിർമ്മിക്കുന്നുണ്ട്? ഈ പറയുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ മിനുസ അന്തർദ്രവ്യ ജാലിക നിർമ്മിക്കുന്നത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ അന്തർദ്രവ്യ ജാലിയെ കുറിച്ച് എന്തൊക്കെ പോയിന്റ്സ് മനസ്സിലാക്കി? ആദ്യം അതിന്റെ ഒരു എവിടെയാണ് ലൊക്കേഷൻ മനസ്സിലാക്കി, എവിടെയാണ് കാണപ്പെടുന്നത്? അത് കോശദ്രവ്യത്തിലാണ് കാണപ്പെടുന്നത്. യൂക്കാരിയോട്ടിക് കോശങ്ങൾ കോശദ്രവ്യത്തിലാണ്, ജാലിക രൂപത്തിലാണ് കാണപ്പെടുന്നത്. വളരെ ചെറിയ കുഴലുകളായിട്ടാണ് കാണപ്പെടുന്നത്. കുഴലുകളുടെ ഒരു സമൂഹമായിട്ടാണ് അന്തർദ്രവ്യ ജാലിക കാണപ്പെടുന്നത് അല്ലെ. ഇനി അന്തർദ്രവ്യ ജാലികയുടെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് പറഞ്ഞാൽ കോശത്തിന് അകത്തുള്ള സ്ഥലത്തെ ഇവ രണ്ട് അറകളായിട്ട് വ്യക്തമായിട്ട് വേർതിരിക്കുന്നു. അപ്പൊ ആ ഒരു അറകളായിട്ട് വേർതിരിക്കുമ്പോൾ അന്തർദ്രവ്യ ജാലിക രണ്ട് ഭാഗമായിട്ട് മാറുന്നു. അന്തർദ്രവ്യ ജാലികയുടെ പുറം ഭാഗത്ത് എന്തറിയപ്പെടുന്നു? എക്സ്ട്രാ ലൂമിനൽ അല്ലെങ്കിൽ അത് കോശദ്രവ്യത്തിലൂടെ കാണപ്പെടുന്ന ഭാഗമാണ്. ഇനി അതിന്റെ ഉൾഭാഗത്ത് എന്താ ലൂമിനൽ ഭാഗം എന്ന് അറിയപ്പെടും. ഇനി അന്തർദ്രവ്യ ജാലികയുടെ ബാഹ്യ പ്രതലത്തെ കുറിച്ച് മനസ്സിലാക്കി. അതായത് ചില അന്തർദ്രവ്യ ജാലിക, ഒട്ടുമിക്ക അന്തർദ്രവ്യ ജാലിക എടുത്താലും അതിന്റെ ബാഹ്യപ്രതലത്തിൽ എന്തിന്റെ സാന്നിധ്യങ്ങൾ റൈബോസോമുകൾ കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇങ്ങനെ റൈബോസോമുകൾ പറ്റിപ്പിടിച്ച് കാണപ്പെടുന്ന അന്തർദ്രവ്യ ജാലികൾക്ക് നമ്മൾ എന്ത് പേര് കൊടുത്തു? പരിപരുത്ത അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് മനസ്സിലാക്കി അല്ലെ. ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ചില അന്തർദ്രവ്യ ജാലികളുടെ ബാഹ്യപ്രതലത്തിൽ എന്ത് കാണില്ല? റൈബോസുകൾ കാണില്ല. അപ്പൊ അത്തരം അന്തർദ്രവ്യ ജാലികളെ എന്ത് വിളിക്കുന്നുണ്ട്? മിനുസ അന്തർദ്രവ്യ ജാലിക സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് മനസ്സിലാക്കി. അടുത്ത പോയിന്റ് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിയെ കുറിച്ച് മനസ്സിലാക്കിയത്. ഈ പറഞ്ഞ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് എവിടെ കാണപ്പെടുന്നു? മാംസ സംശ്ലേഷണം അതുപോലെ സ്രവിപ്പിക്കൽ തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് മർമ്മത്തിന്റെ കോശസ്ഥലത്തിലെ തുടർച്ചയായിട്ടാണ് മർമ്മത്തിന്റെ ബാഹ്യസ്ഥലത്തിന് തുടർച്ചയായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? അന്തർദ്രവ്യ ജാലിക കാണപ്പെടുന്നത്. ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനുസ അന്തർദ്രവ്യ ജാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലിപ്പിഡുകൾ സംശ്ലേഷണം നടത്തുന്ന കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് എന്താണ്? മിനുസ അന്തർദ്രവ്യ ജാലിക സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ ജന്തുകോശം എടുക്കുകയാണെങ്കിൽ ലിപ്പിഡുകളുടെ സംശ്ലേഷണത്തോടൊപ്പം തന്നെ സ്റ്റീറോയിഡ് ഹോർമോണുകൾ നിർമ്മിക്കുന്നതും ഈ പറയുന്ന കോശാംഗമായ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ മിനുസ അന്തർദ്രവ്യ ജാലിക എന്ന പോയിന്റ് കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ അന്തർദ്രവ്യ ജാലിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഇത്രയും പോയിന്റ്സ് നമ്മൾ ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ്സ് ഒക്കെ റീകളക്ട് ചെയ്താൽ കിട്ടിയല്ലോ അല്ലെ. അടുത്താണ് പഠിക്കാൻ പോകുന്നത് മറ്റൊരു എന്താണ് അന്തർസ്രവ വ്യവസ്ഥയിൽ അല്ലെ എൻഡോമെട്രിയൽ സിസ്റ്റത്തിലെ മറ്റൊരു കോശാംഗമാണ്. അതാണ് ഗോൾഗി വസ്തുക്കൾ. എന്താണ് ഗോൾഗി വസ്തുക്കൾ അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ്. ഇവിടെ അന്തർദ്രവ്യ ജാലിയുടെ ചില ധർമ്മങ്ങളോ മനസ്സിലാക്കി പോവാം. ഒന്നാമത് കോശദ്രവ്യത്തിന് ഒരു ചട്ടക്കൂട് പ്രദാനം ചെയ്യുന്നു. അന്തർദ്രവ്യ ജാലിക കോശദ്രവ്യത്തിന് ചട്ടക്കൂട് പ്രദാനം ചെയ്യുന്നു. അപ്പൊ കോശദ്രവ്യത്തിന് ചട്ടക്കൂട് പ്രദാനം ചെയ്യുന്നു അന്തർദ്രവ്യ ജാലിക എന്ത് പേരിട്ട് വിളിക്കുന്നു? കോശാസ്ഥികുടം എന്ന് വിളിക്കുന്നു. അപ്പൊ അന്തർദ്രവ്യ ജാലിക കോശദ്രവ്യത്തിന് ചട്ടക്കൂട് പ്രദാനം ചെയ്ത് താങ്ങായി പ്രവർത്തിക്കുന്നതിൽ അന്തർദ്രവ്യ ജാലിക കോശാസ്ഥികുടം എന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ അന്തർദ്രവ്യ ജാലിക കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നു. അതുപോലെ അന്തർദ്രവ്യ ജാലിക കോശത്തിനുള്ളില് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പൊ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമായതിനാൽ അത് കോശത്തിന് ആകൃതി ബലവും നൽകുന്നു. അപ്പൊ അന്തർദ്രവ്യ ജാലിക കോശത്തിന് വ്യാപിച്ചു കിടക്കുന്ന ഒരു കോശാംഗമായതിനാൽ അത് കോശത്തിന് ആകൃതി ബലവും നൽകുന്നു. ഇനി പദാർത്ഥങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാൻ അന്തർദ്രവ്യ ജാലികയിലൂടെ എന്ത് സംഭവിക്കുന്നത്? പദാർത്ഥങ്ങൾ ഒരിടത്ത് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നത്. അപ്പൊ അന്തർദ്രവ്യ ജാലികയുടെ ജാലികയിലൂടെയാണ് എന്ത് സാധിക്കുന്നത്? പദാർത്ഥം കോശത്തിൽ ഒരിടത്ത് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നത് ഈ അന്തർദ്രവ്യ ജാലികയെ സഹായിക്കുന്നു മനസ്സിലാക്കുക. അടുത്തെന്താണ്? ന്യൂക്ലിയസിൽ നിന്നും mRNA അല്ലെ ന്യൂക്ലിയസിൽ നിന്നും mRNA പോകുന്നത് ന്യൂക്ലിയസിന് റൈബോസോമിലേക്ക് mRNA പോകുന്നത് ഏതിലൂടെയാണ്? അന്തർദ്രവ്യ ജാലികയിലൂടെയാണ്. അപ്പൊ ന്യൂക്ലിയസിന് റൈബോസോമുകളിലേക്ക് mRNA പോകുന്നത് അന്തർദ്രവ്യ ജാലികയിലൂടെയാണ് മനസ്സിലാക്കുക. ഇനി ചില പദാർത്ഥങ്ങളെ വിഷാംശത തടഞ്ഞ് കോശത്തെ സംരക്ഷിക്കുന്ന ആരുടെ ധർമ്മമാണ്? അന്തർദ്രവ്യ ജാലികയുടെ ധർമ്മമാണ്. പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്?
അന്തർദേഹ ജാലിക കോശദ്രവ്യത്തിന് ചട്ടക്കൂട് പ്രദാനം ചെയ്യുന്നു അല്ലെ. അപ്പൊ അന്തർദേഹ ജാലിക എന്ത് ചെയ്യുന്നുണ്ട്? കോശത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അതുപോലെ തന്നെ കോശദ്രവ്യത്തിൽ ചട്ടക്കൂട് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കോശാസ്ഥികുടം എന്ന് വിളിക്കുന്നു. അന്തർദേഹ ജാലിക പ്രധാന ഫംഗ്ഷൻ ഒന്ന് എന്താണ്? അന്തർദേഹ ജാലിക കോശത്തിന് ചട്ടക്കൂട് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കോശാസ്ഥികുടം എന്ന് വിളിക്കുന്നു. രണ്ട്, കോശദ്രവ്യത്തിൽ വ്യാപിച്ചു കിടന്ന ഒരു സ്ഥലമായതിനാൽ അത് കോശത്തിന് ആകൃതിയും ബലവും നൽകുന്നു. ഇനി മറ്റൊരു മനസ്സിലാക്കേണ്ടത്, പദാർത്ഥങ്ങൾക്ക് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന കോശാംഗമാണ് ഏത്? ഈ പറയുന്ന അന്തർദേഹ ജാലികയുടെ ജാലിക. ജാലിക വ്യവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്? അന്തർദേഹ ജാലിക എന്ത് ചെയ്യുന്നു? പദാർത്ഥങ്ങൾക്ക് ഒരിടത്ത് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമൽ റൈബോസോമിൽ നിന്നുള്ള mRNA സഞ്ചരിക്കുന്ന ഏതിൽ കൂടെയാണ്? അന്തർദേഹ ജാലിക കൂടെ ആണ്. ന്യൂക്ലിയസ് റൈബോസോമിലേക്ക് mRNA സഞ്ചരിക്കുന്നത് എവിടെ കൂടെയാണ്? അന്തർദേഹ ജാലിക കൂടെയാണ് മനസ്സിലാക്കുന്നത്. ന്യൂക്ലിയസ് റൈബോസോമിലേക്ക് mRNA പോകുന്ന ഏതിലൂടെയാണ്? അന്തർദേഹ ജാലികയിലൂടെയാണ്. ഇനി അതുപോലെ തന്നെ ചില പദാർത്ഥങ്ങൾ വിഷാവസ്ഥയിൽ തരണം ചെയ്ത് വിഷാവസ്ഥയെ മാറ്റി തടഞ്ഞിട്ട് കോശത്തെ സംരക്ഷിക്കുന്ന ആരുടെ ധർമ്മത്തിൽ ഉൾപ്പെടുന്നു? അന്തർദേഹ ജാലിക ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അത്രയാണ് നമ്മൾ അന്തർദേഹ ജാലികയുടെ ധർമ്മങ്ങളെ കുറിച്ച് പ്രധാനമായിട്ട് മനസ്സിലാക്കിയത്. അടുത്ത മനസ്സിലാക്കേണ്ടത് ഗോൾഗി അപ്പാരറ്റസ് എങ്കിൽ ഗോൾഗി വസ്തുക്കളെ കുറിച്ചാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട, മർമ്മത്തോട് ചേർന്നാണ് എന്ത് കാണപ്പെടുന്നത്? ഗോൾഗി വസ്തുക്കൾ അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് കാണുന്നത്. അപ്പൊ മർമ്മത്തോട് ചേർന്ന് ജാലിക പോലെയുള്ള ചില കോശാംഗങ്ങളെ ആദ്യമായിട്ട് കണ്ടെത്തിയത് 1898 കാമിലോ ഗോൾജി എന്നൊരു ശാസ്ത്രജ്ഞനാണ്. അപ്പൊ കാമിലോ ഗോൾജി എന്ന ശാസ്ത്രജ്ഞൻ 1898 മർമ്മത്തോട് ചേർന്ന് എന്താണ് ഈ കോശാംഗങ്ങളെ കണ്ടെത്തിയത്. ഇവ ജാലിക പോലെയാണ് കാണപ്പെടുന്നത്. അപ്പൊ മർമ്മത്തോട് ചേർന്ന് ജാലിക പോലെയുള്ള ചില കോശാംഗങ്ങളെ കണ്ടെത്തിയത് 1898 ആരാണ്? കാമിലോ ഗോൾഗിയാണെന്ന് മനസ്സിലാക്കുക. കാമിലോ ഗോൾഗിയാണ് എന്ത് കണ്ടുപിടുത്തത്? ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾജി വസ്തുക്കൾ കണ്ടുപിടുത്തത്. അതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ എവിടെ കാണപ്പെടുന്നു? മർമ്മത്തോട് ചേർന്നാണ് കാണപ്പെടുന്ന കോശാംഗമാണ്, ജാലിക പോലെയുള്ള കോശാംഗമാണ് കണ്ടെത്തിയത് കാമിലോ ഗോൾഗി 1898 എന്ന് മനസ്സിലാക്കുക. കാമിലോ ഗോൾജി കണ്ടെത്തിയതാണ് ഗോൾഗി അപ്പാരറ്റസ്. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത്, ഇവയിൽ 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെ വ്യാസമുള്ള പരന്ന ഡിസ്ക് ആകൃതിയോട് കൂടിയ സ്ഥരസഞ്ചികൾ ഒന്നിനു പുറമെ ഒന്നായി സമാന്തരമായി ക്രമീകരിച്ചു. അപ്പൊ ഇവിടെ ഗോൾഗി അപ്പാരറ്റസ് ഗോൾഗി വസ്തുക്കൾ എങ്ങനെ കാണപ്പെടുന്നു? ഗോൾഗി വസ്തുക്കൾ എങ്ങനെ കാണപ്പെടുന്നു? 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെ വ്യാസമുള്ള പരന്ന ഡിസ്ക് ആകൃതിയോട് കൂടിയ നേർത്ത സ്ഥരസഞ്ചികൾ ഒന്നിനു പുറത്ത് ഒന്നായി സമാന്തരമായി ക്രമീകരിച്ചിരിക്കുന്നു. അപ്പൊ ഗോൾഗി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ മർമ്മത്തോട് ചേർന്നാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഈ മർമ്മത്തോട് ചേർന്ന് കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജാലിക പോലെയുള്ള കോശാംഗമാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി അവ എങ്ങനെ കാണപ്പെടുന്നു? അല്ലെങ്കിൽ എന്താണ് 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെ വ്യാസമുള്ള പരന്ന ഡിസ്ക് ആകൃതിയോട് കൂടിയ നേർത്ത സ്ഥരസഞ്ചികൾ ഒന്നിനു പുറത്ത് ഒന്നായി സമാന്തരമായി ക്രമീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഗോൾഗി വസ്തുക്കൾ എന്ത് കാണപ്പെടുന്നത്? സ്ഥരസഞ്ചികൾ കാണപ്പെടുന്നു. അത് ഏത് ആകൃതിയിലാണ് കാണപ്പെടുന്നത്? അതിന് എത്ര വ്യാസമുണ്ട്? 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെ വ്യാസമാണ് ഉള്ളത്. അത്തരത്തിൽ വ്യാസമുള്ള പരന്ന ഡിസ്ക് ആകൃതിയോട് കൂടി കാണപ്പെടുന്ന സ്ഥരസഞ്ചികൾ ഒന്നിനു പുറത്ത് ഒന്നായി സമാന്തരമായി ക്രമീകരിച്ചാണ് കാണപ്പെടുന്നത്. അപ്പൊ ഗോൾഗി വസ്തുക്കളെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് എന്താണ്? അവയിൽ സ്ഥരസഞ്ചികൾ കാണപ്പെടുന്നു അല്ലെ, നേരത്തെ സ്ഥരസഞ്ചികൾ കാണപ്പെടുന്നു. അത് ഡിസ്ക് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അതിന്റെ വ്യാസം എന്ന് പറയുന്നത് 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെ വ്യാസമുള്ള പരന്ന ഡിസ്ക് ആകൃതിയുള്ള സ്ഥരസഞ്ചികൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഒന്നിനു പുറത്ത് ഒന്നായി സമാന്തരമായി ക്രമീകരിച്ചാണ് ഇവിടെ കാണപ്പെടുന്നത് ഗോൾഗി വസ്തുക്കൾ കാണപ്പെടുന്നത്. ഇനി ഗോൾഗി കോംപ്ലക്സുകളിൽ കാണപ്പെടുന്ന സ്ഥരസഞ്ചികളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സിൽ കാണപ്പെടുന്ന സ്ഥലസഞ്ചികളുടെ എണ്ണം എങ്ങനെയായിരിക്കും? വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇനി മർമ്മത്തിന് അടുത്തായി ഗോൾഗി വസ്തുക്കൾ എങ്ങനെ കാണപ്പെടുന്നു? ഈ പറഞ്ഞ മർമ്മത്തിന് അടുത്താണ് ഗോൾഗി വസ്തുക്കൾ കാണപ്പെടുന്നത്, ഗോൾഗി അപ്പാരറ്റസ് കാണപ്പെടുന്നു പറഞ്ഞു. ഈ മർമ്മത്തിന് അടുത്തായിട്ട് ഗോൾഗി സ്ഥലസഞ്ചികൾ ഏക കേന്ദ്രീകൃത രീതിയിൽ ക്രമീകരിച്ചു. നമ്മൾ പറഞ്ഞു മർമ്മത്തിന് അടുത്തായിട്ടാണ് ജാലിക പോലെയാണ് ഗോൾഗി വസ്തുക്കൾ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. അവയിൽ സ്ഥലസഞ്ചികൾ കാണപ്പെടുന്നു അല്ലെ. ഇപ്പൊ സ്ഥലസഞ്ചികൾ എവിടെയാണ് കാണപ്പെടുന്നത്? മർമ്മത്തിനടുത്ത് ഈ സ്ഥലസഞ്ചികൾ ഏക കേന്ദ്രീകൃത രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നിനു പുറത്ത് ഒന്നായി സമാന്തരമാണ് ഈ സ്ഥലസഞ്ചികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു അല്ലെ. ഇനി ഈ ക്രമീകരണത്തില് എന്താണ്? ഒരു കോൺവെക്സ് ഭാഗവും അതുപോലെ അല്ലെങ്കിൽ സിസ് ഭാഗവും അതുപോലെ രൂപീകരണ വശം അല്ലെങ്കിൽ ഒരു ഫോമിംഗ് ഫേസും ഉണ്ട്, ഒരു കോൺകേവ് അല്ലെങ്കിൽ ട്രാൻസ് അഥവാ പാകമാവുന്ന വശവും ഉണ്ട്. അപ്പൊ ഈ സ്ഥലസഞ്ചികൾ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ ക്രമീകരണത്തില് 2 ഭാഗങ്ങളുണ്ട്. അതായത് ഒരു കോൺവെക്സ് അല്ലെങ്കിൽ സിസ് ഭാഗം, കോൺവെക്സ് സിസ് ഭാഗവും അത് സിസ് വശവും അതിനെ എന്ത് വിളിക്കും? രൂപീകരണ വശം അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ് എന്ന് വിളിക്കും.
സ്ഥലസഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നതിന് രണ്ട് ഭാഗമുണ്ട്. അതിനൊരു ഫോമിംഗ് ഫേസ് അല്ലെങ്കിൽ രൂപീകരണ ഭാഗമുണ്ട് അല്ലെങ്കിൽ വശമുണ്ട്. അതാണ് കോൺവെക്സ് അല്ലെങ്കിൽ സിസ് ഫേസ് എന്ന് അറിയപ്പെടുന്നത്. സിസ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോമിംഗ് ഫേസ് അല്ലെങ്കിൽ രൂപീകരണ വശം. ഇനി അതുപോലെ ഒരു കോൺകേവ് ഫേസ്, ഒരു കോൺവെക്സ് ഫേസും ഉണ്ട്, ഒരു കോൺകേവ് ഫേസും. അപ്പൊ കോൺവെക്സ് സിസ് ഫേസും കോൺവെക്സ് ട്രാൻസ് ഫേസുമാണുള്ളത്. അപ്പൊ കോൺവെക്സ് ആയിട്ടുള്ള സിസ് ഫേസും എന്നാൽ കോൺകേവ് ആയിട്ടുള്ള ട്രാൻസ് ഫേസുമാണുള്ളത്. അപ്പൊ കോൺവെക്സ് സിസ് ഫേസ് എന്ന് പറയുന്നത് ഫോമിംഗ് ഫേസ് അല്ലെങ്കിൽ രൂപീകരണ വശമാണ്. ഇനി കോൺകേവ് ട്രാൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെച്ചുറിംഗ് ഫേസ് അല്ലെങ്കിൽ പാകമാവുന്ന വശമാണ്. ഇത്തരത്തില് രണ്ട് ഭാഗങ്ങൾ എവിടെ കാണപ്പെടുന്നു? ഈ പറയുന്ന ഗോൾഗി വസ്തുക്കളെ സ്ഥലസഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഗോൾഗി വസ്തുക്കളിലെ സ്ഥലസഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് എന്ത് കാണപ്പെടുന്നത്? ഒരു കോൺവെക്സ് ആയിട്ടുള്ള ഒരു സിസ് ഭാഗം. അതിന് എന്ത് പറയുന്നത്? കോൺവെക്സ് സിസ് ഭാഗത്തെ ഫോമിംഗ് ഫേസ് അല്ലെങ്കിൽ രൂപീകരണ ഭാഗമെന്നും അല്ലെങ്കിൽ വശമെന്നും, ഇനി മറ്റു വശത്തെ എന്ത് വിളിക്കുന്നത്? കോൺകേവ് ട്രാൻസ് ഫേസ് അല്ലെ, കോൺകേവ് ട്രാൻസ് ഭാഗം അല്ലെങ്കിൽ എന്താണ്? മെച്ചുറിംഗ് ഫേസ് അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുന്നത്? പാകമാവുന്ന വശം. അങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. ഈ രണ്ട് വശങ്ങളും വളരെ വ്യത്യസ്തമാണെങ്കിലും പരസ്പരം ഇവ എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ രണ്ട് വശങ്ങളും വ്യത്യസ്തമാണ്, പരസ്പരം എന്ത് ചെയ്യുന്നു? ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. സ്ട്രക്ചർ അനലൈസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ്? മർമ്മത്തിനോട് ചേർന്നാണ് കാണപ്പെടുന്നത്, ജാലിക പോലെയാണ് കാണപ്പെടുന്നത്. അതുപോലെ ഇതിന് എന്താണ്? ഇതിൽ സ്ഥലസഞ്ചികൾ കാണപ്പെടുന്നത്. ഈ സ്ഥലസഞ്ചികൾ ക്രമമായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ക്രമമായിട്ടാണ് എന്താണ് അടുക്കി വെച്ചിരിക്കുന്നത്, സമാന്തരമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ സ്ഥലസഞ്ചികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അതിന് പരന്ന ഡിസ്ക് ആകൃതിയിൽ കാണപ്പെടുന്നു. അങ്ങനെ നേരത്തെ സ്ഥലസഞ്ചികൾ കാണപ്പെടുന്നു. ഇനി സ്ഥലസഞ്ചികളുടെ എണ്ണം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഗോൾഗി കോംപ്ലക്സുകളിൽ കാണപ്പെടുന്ന സ്ഥലസഞ്ചികളുടെ എണ്ണം വ്യത്യസ്തപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ഥലസഞ്ചികൾ ക്രമീകരണത്തിന് ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് എങ്ങനെയാണ്? അതിനൊരു കോൺവെക്സ് സിസ് ഭാഗം അല്ലെങ്കിൽ സിക്സ് വശം, കോൺവെക്സ് സിസ് വശം, ആ സിസ് വശത്തിന് ഫോമിംഗ് ഫേസ് അല്ലെങ്കിൽ രൂപീകരണ വശമെന്നും, ഇനി ഒരു കോൺകേവ് ട്രാൻസ് വശം അല്ലെങ്കിൽ എന്ത് പറയുന്നു? അതിനെന്താണ്? മെച്ചുറിംഗ് ഫേസ് അല്ലെങ്കിൽ എന്താണ്? പാകമാകുന്ന വശം എന്നൊരു ഭാഗവും ഉണ്ട്. ഈ രണ്ട് ഭാഗങ്ങൾ വശവും വ്യത്യസ്തമാണെങ്കിൽ ഇവ തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചറൽ അനാലിസിസ് മനസ്സിലാക്കേണ്ടത്. അതാണ് അടുത്തത്. ഇവയുടെ പ്രധാനപ്പെട്ട ധർമ്മമാണ് മനസ്സിലാക്കിയത്. ഗോൾജി വസ്തുക്കളുടെ പ്രധാന ധർമ്മം ഏതാണെന്ന് ചോദിച്ചാൽ പദാർത്ഥങ്ങളുടെ പാക്കേജിംഗ് ആണ് ഗോൾജി വസ്തുക്കളുടെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പൊ ഗോൾജി വസ്തുക്കളുടെ പ്രധാനപ്പെട്ട ധർമ്മം ഏതാണ്? പദാർത്ഥങ്ങളുടെ പാക്കേജിംഗ് അല്ലെ. ഇനി ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന വസ്തുക്കൾ കോശത്തിനകത്തോ കോശത്തിന് വെളിയിലേക്കോ സ്രവിക്കപ്പെടുന്നു. അപ്പൊ ഇവ പാക്ക് ചെയ്താണ് ഈ വസ്തുക്കളെ വയ്ക്കുന്നത്. അപ്പൊ ഇവയുടെ പ്രധാന ധർമ്മം എന്താണ്? ഗോൾഗി വസ്തുക്കളുടെ പാക്കേജിംഗ് അല്ലെങ്കിൽ എന്താണ്? പദാർത്ഥങ്ങളെ പാക്കേജിംഗ് ആണ് പ്രധാനപ്പെട്ട ധർമ്മം. അതുകൊണ്ട് ഇവ എന്ത് ചെയ്യുന്നത്? ഇവ പൊതിയപ്പെടുന്ന വസ്തുക്കൾ കോശത്തിനകത്തോ കോശത്തിന് വെളിയിലേക്കോ സ്രവിക്കപ്പെടുന്നു. അപ്പൊ ഇവ ഇങ്ങനെ പൊതിയുന്ന വസ്തുക്കൾ കോശത്തിനകത്തേക്കോ കോശത്തിന് പുറത്തേക്കോ സ്രവിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അന്തർദ്രവ്യ ജാലികയിലുള്ള പൊതിയപ്പെടേണ്ട പദാർത്ഥങ്ങൾ ചെറിയ സഞ്ചികളുടെ രൂപത്തിൽ ഗോൾഗി വസ്തുക്കളെ രൂപീകരണ ഭാവമായി കൂടിച്ചേരും. ഇനി ഈ പറയുന്ന പൊതിയപ്പെടുന്ന വസ്തുക്കൾ കോശത്തിനകത്തോ പുറത്തോ ആണ് സ്രവിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. ഇനി എന്താണ്? അന്തർദ്രവ്യ ജാലികയിലാണ് ഇത്തരത്തിൽ പൊതിയപ്പെടേണ്ട പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെറു സഞ്ചികളുടെ രൂപത്തിൽ എവിടെ എത്തപ്പെടുന്നു? ഗോൾഗി വസ്തുക്കളുടെ രൂപീകരണ ഭാഗം അല്ലെങ്കിൽ സിസ് ഭാഗം അല്ലെങ്കിൽ കോൺവെക്സ് ഭാഗവുമായി കൂടിച്ചേരും. മനസ്സിലായി? ഇതിനൊരു പറയുന്ന ഗോൾഗി വസ്തുക്കൾക്ക് ഒരു ഗോൾഗി വസ്തുക്കളെ സ്ഥലസഞ്ചികൾക്ക് ഒരു സിസ് ഭാവം അല്ലെ അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ് അല്ലെങ്കിൽ എന്താണ്? ഒരു കോൺവെക്സ് ഫേസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, രൂപീകരണ വശമുണ്ടെന്ന് പറഞ്ഞു. ആ വശത്താണ് ഈ അന്തർദ്രവ്യ ജാലികയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന അല്ലെങ്കിൽ പുറത്ത് കളയപ്പെടേണ്ട പദാർത്ഥങ്ങൾ എത്തിച്ചേരുന്നത്. ഈ പദാർത്ഥങ്ങൾ ചെറിയ സഞ്ചികളുടെ രൂപത്തിൽ എവിടെ എത്തപ്പെടുന്നു? ഗോൾജി വസ്തുക്കളുടെ രൂപീകരണ വശത്തിൽ അല്ലെങ്കിൽ ഫോമിംഗ് ഫേസിലേക്ക് അല്ലെങ്കിൽ കോൺവെക്സ് ഫേസിലേക്ക് എത്തിച്ചേരുന്നു. തുടർന്ന് ഈ പദാർത്ഥങ്ങൾ പാകമാകുന്ന ഭാഗത്തേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യും. അപ്പൊ എത്തിച്ചേരുന്നത് ഫോമിംഗ് ഫേസ് അല്ലെങ്കിൽ സിസ് ഫേസ് അല്ലെങ്കിൽ കോൺവെക്സ് ഫേസിലാണ് അല്ലെങ്കിൽ രൂപീകരണ വശത്തിലാണ്. പിന്നീട് അത് എങ്ങോട്ടേക്ക് മാറ്റപ്പെടുന്നു? ഈ പറയുന്ന സ്ഥലസഞ്ചികളുടെ മറ്റൊരു ഭാഗമായി അതായത് മെച്ചുറിംഗ് ഫേസിലെ പാകമാകുന്ന വശത്തിലേക്ക് മാറ്റപ്പെടും. മനസ്സിലായി? ഇതിൽ നിന്നും ഈ പദാർത്ഥങ്ങൾ പാകമാകുന്ന ഭാഗത്തേക്ക് നീക്കം ചെയ്യപ്പെടുകയാണ് ഉള്ളത്. അപ്പൊ ഇതിൽ നിന്നും ഗോൾജി വസ്തുക്കളും അന്തർദ്രവ്യ ജാലികയും വളരെ അടുത്ത് കാണപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അന്തർദ്രവ്യ ജാലിക ഏതിനോട് ചേർന്ന് കാണപ്പെടുന്നു? ഗോൾഗി വസ്തുക്കളോട് ചേർന്ന് കാണപ്പെടുന്നു. അപ്പൊ അതായത് അന്തർദ്രവ്യ ജാലികയ്ക്ക് ചേർന്നാണ് ഗോൾഗി വസ്തു കാണപ്പെടുന്നത്. ഗോൾഗി വസ്തു ഏത് രൂപത്തിലാണോ? ജാലിക രൂപത്തിലാണ് കാണപ്പെടുന്നത് മനസ്സിലാക്കി. മർമ്മത്തോട് ചേർന്നാണ് കാണപ്പെടുന്നത്. ഈ സ്ഥലസഞ്ചികളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? പദാർത്ഥങ്ങളുടെ പാക്കേജിംഗ് ആണ്. ഗോൾഗി വസ്തുക്കളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് പദാർത്ഥങ്ങളുടെ പാക്കേജിംഗ്. അതായത് കോശത്തിനകത്തോ പുറത്തോ ഉള്ള വസ്തുക്കളെ ഇത് എന്താണ്? അതിൽ പൊതിഞ്ഞ് ഇത് പുറത്തെ അകത്തേക്കോ
ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അന്തർദേശീയ ജാലികയിൽ നിന്നും വരുന്ന പദാർത്ഥങ്ങളെ എന്താണ് സ്ഥലസഞ്ചികളുടെ ചെറിയ സഞ്ചികൾ രൂപത്തിലാക്കി ഈ പറയുന്ന ഗോൾഗി വസ്തുക്കളുടെ സ്ഥലസഞ്ചികളുടെ എന്താണ് സിസ് ഭാഗത്തേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് അത് അതിന്റെ മെച്ചുറിംഗ് ഫേസ് അല്ലെങ്കിൽ എന്താണ് പാകമാകുന്ന ഭാഗത്തേക്ക് എത്തിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഇവിടേക്കുള്ള എന്താണ് ഈ പറഞ്ഞ പാക്കേജിങ് നടത്തുന്ന മനസ്സിലാക്കി വയ്ക്കാം. ഇനി അന്തർദേശീയ ജാലികയുടെ പ്രതലത്തിൽ കാണപ്പെടുന്ന റൈബോസോമിൽ നിർമ്മിക്കുന്ന വിവിധ പ്രോട്ടീനുകൾ ഗോൾജി വസ്തുക്കളുടെ സ്ഥലസഞ്ചികൾ വെച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകും. അപ്പൊ അന്തർദേശീയ ജാലിക എന്ത് പുറപ്പെടുവിക്കുന്നുണ്ട്? അതിന് പ്രതലത്തിൽ റൈബോസോമുണ്ട് അല്ലെ. ഈ റൈബോസോമുകൾ എന്ത് നിർമ്മിക്കുന്നു? വിവിധ പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. ഈ പ്രോട്ടീനുകൾ ഗോൾജി വസ്തുക്കളുടെ സ്ഥലസഞ്ചികളിൽ വെച്ച് എന്ത് ചെയ്യപ്പെടുന്നു? അവയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഗോൾജി വസ്തുക്കളുടെ സ്ഥലസഞ്ചികളിൽ അന്തർദേശീയ ജാലികയിലെ പദാർത്ഥങ്ങൾ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ അന്തർദേശീയ ജാലികയിലെ പദാർത്ഥം ഗോൾജി വസ്തുക്കളുടെ കോൺവെക്സ് ഫേസിൽ നിന്ന് എത്തിച്ചേരുന്നു. അതിൽ നിന്ന് അതിന്റെ ഫോമിംഗ് ഫേസിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് രൂപീകരണ വശത്തിൽ നിന്ന് അതിന്റെ പാകമാകുന്ന വശത്തേക്ക് എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണ്? ഈ അന്തർദേശീയ ജാലിക റൈബോസോമുകൾ ചില പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നുണ്ട്. ഈ പ്രോട്ടീനുകൾ ഗോൾഗി വസ്തുക്കളെ സ്ഥലസഞ്ചിയിൽ എത്തുമ്പോൾ അവയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു, അവയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു മനസ്സിലാക്കേണ്ട ഫാക്ട്. ഇനി ശേഷം അവയെ ട്രാൻസ് വശത്തിലൂടെ പുറത്തേക്ക് വിടും. അപ്പൊ അതിനുശേഷം അവ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മാറ്റം സംഭവിച്ചതിനു ശേഷം അവയെ ട്രാൻസ് വശത്തോടെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗോൾഗി വസ്തുക്കൾ ഗ്ലൈക്കോ പ്രോട്ടീനുകളുടെ ഗ്ലൈക്കോ ലിപ്പിഡുകളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമാണ്. നമ്മൾ പറഞ്ഞു ഈ പ്രോട്ടീൻസിന് മാറ്റം സംഭവിക്കുന്നു അല്ലെ. ഈ പറഞ്ഞ അന്തർദേശീയ ജാലിക റൈബോസോംസ് ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾ ഈ പറഞ്ഞ ഗോൾഗി വസ്തുക്കളുടെ സ്ഥലസഞ്ചികളിൽ എത്തുമ്പോൾ അവയ്ക്ക് മാറ്റം സംഭവിക്കുന്നു. എന്നിട്ടത് സ്ഥലസഞ്ചികളുടെ ട്രാൻസ് ഭാഗത്തിൽ അല്ലെങ്കിൽ അതിന്റെ പാകമാകുന്ന ഭാഗത്തിന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കുക, ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത് ഗ്ലൈക്കോ പ്രോട്ടീനുകളുടെയും അല്ലെങ്കിൽ ഗ്ലൈക്കോ ലിപ്പിഡുകളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത് ഗ്ലൈക്കോ പ്രോട്ടീനുകളിലും അതിൽ ഗ്ലൈക്കോ ലിപ്പിഡുകളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഗോൾഗി വസ്തുക്കളുടെ ധർമ്മമാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പദാർത്ഥങ്ങളെ പാക്കേജിംഗ് ആണ്. അപ്പൊ പദാർത്ഥങ്ങളെ പാക്കേജിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതുപോലെ തന്നെ അന്തർദേശീയ ജാലികയിൽ റൈബോസോം ഉത്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾക്ക് ഈ പറയുന്ന ഗോൾഗി വസ്തുക്കളെ സ്ഥലസഞ്ചികൾ വെച്ച് മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ട് ഗോൾഗി വസ്തുക്കൾ എന്ത് നിർമ്മിക്കുന്നു? അവിടെ ഗ്ലൈക്കോ പ്രോട്ടീൻ അല്ലെങ്കിൽ ഗ്ലൈക്കോ ലിപ്പിഡുകളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രം കൂടിയാണ് അത് ഗോൾഗി വസ്തുക്കൾ അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അത്രയും പോയിന്റ്സ് നമ്മൾ ഗോൾഗി അപ്പാരറ്റസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇപ്പൊ ഗോൾഗി അപ്പാരറ്റസ് സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഒരു കോശത്തിനകത്ത് അതിന് എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത കോശാംഗത്തെ കുറിച്ച് മനസ്സിലാക്കാം. അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ലൈസോസോം. എന്താണ് ലൈസോസോം? അപ്പൊ അടുത്ത കോശാംഗം ഏതാണ്? ലൈസോസോം. അപ്പൊ അന്തർസ്ഥര വ്യവസ്ഥയിൽ എൻഡോമെറിൻ സിസ്റ്റത്തിൽ പെടുന്ന മറ്റൊരു കോശാംഗം ഏതാണ്? ലൈസോസോം. ഇനി ലൈസോസോമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോൾഗി വസ്തുക്കൾ പാക്കേജിംഗ് പ്രക്രിയ വഴി ഉണ്ടാകുന്ന സ്ഥലത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികളാണ് ലൈസോസോമുകൾ. മനസ്സിലായോ? ഈ പറയുന്ന ഗോൾഗി വസ്തുക്കള് എന്ത് ചെയ്യുന്നുണ്ട്? പാക്കേജിംഗ് പ്രക്രിയയോടെ സ്ഥലത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികളെ ഉത്പാദിപ്പിക്കും. ആ സഞ്ചികളെയാണ് എന്തറിയപ്പെടുന്നത്? ലൈസോസോമുകൾ എന്ന് അറിയപ്പെടുന്നത്. ഗോൾഗി വസ്തുക്കൾ പാക്കേജിംഗ് പ്രക്രിയ വഴി ഉണ്ടാക്കുന്ന സ്ഥലത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലൈസോസോമുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇത് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നത്? ഗോൾഗി വസ്തുക്കളുടെ പാക്കേജിംഗ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ പാക്കേജിംഗ് പ്രക്രിയയുടെ ഗോൾഗി വസ്തുക്കളുടെ പാക്കേജിംഗ് പ്രക്രിയയിലൂടെ നിർമ്മിക്കപ്പെടുന്ന കോശാംഗം ഏതാണ്? ലൈസോസോമുകളാണ്. ഇവ എങ്ങനെ കാണപ്പെടുന്നു? സ്ഥലത്താൽ ചുറ്റപ്പെട്ട ചെറിയ സഞ്ചികളായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന ലൈസോസോം സഞ്ചികൾ ഏകദേശം എല്ലാത്തരം ദഹന രാസാഗ്നികളെയും സമ്പുഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പറയുന്ന സഞ്ചികൾ പോലെ കാണപ്പെടുന്ന ലൈസോസോമുകൾ അല്ലെ, ഇങ്ങനെ ഉണ്ടാകുന്ന ലൈസോസോം സഞ്ചികൾ അവയിൽ ഏകദേശം എല്ലാ ദഹന രാസാഗ്നികളും കാണപ്പെടുന്നു. അപ്പൊ ദഹന രാസാഗ്നികൾ ലിപ്പേസ്, പ്രോട്ടീസ്, കാർബോഹൈഡ്രേറ്റ്സ് മുതല രാസാഗ്നികൾ ദഹന രാസാഗ്നി എവിടെ കാണപ്പെടുന്നു? ഈ ലൈസോസോമുകളിൽ കാണപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന സഞ്ചികളായ ലൈസോസോം സഞ്ചികളിൽ ഏകദേശം എല്ലാ ദഹന രാസാഗ്നികളും കാണപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി രാസാഗ്നികൾ ആസിഡിക് പിഎച്ചിൽ നന്നായി പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഈ രാസാഗ്നികൾ മറ്റൊരു പ്രത്യേകതയാണ്, ഇവ ആസിഡിക് പിഎച്ചിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ഇവയ്ക്ക് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ, ന്യൂക്ലിക് ആസിഡ് എന്നിവയെ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ പറയുന്ന ഇവ രാസാഗ്നികൾ ഉത്പാദിപ്പിക്കുന്ന ഇവ രാസാഗ്നികൾ സമ്പുഷ്ടമാണെന്ന് പറഞ്ഞു. ഈ രാസാഗ്നികളിൽ ആസിഡിക് പിഎച്ച് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഇനി ഇവയ്ക്ക് ഈ പറയുന്ന ലൈസോസോമുകൾക്ക് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ, അതുപോലെ ന്യൂക്ലിക് ആസിഡ് എന്നിവ ദഹിപ്പിക്കാനുള്ള കഴിവും കൂടി ഉണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ലൈസോസോം എന്ന് പറയുന്ന കോശാംഗത്തെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്?
നമ്മൾ നേരത്തെ പറഞ്ഞ അന്തർദ്രവ്യ ജാലികയെ കുറിച്ച് മനസ്സിലാക്കി. അതിനുശേഷം മനസ്സിലാക്കിയതാണ് ഗോൾജി വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ. ഇനി ഗോൾജി വസ്തുക്കളെ മനസ്സിലാക്കിയ അടുത്ത മനസ്സിലാക്കിയത് ലൈസോസോമുകൾ അല്ലെ. ലൈസോസോമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ കാണപ്പെടുന്നു? ഈ പറയുന്ന ഗോൾഗി വസ്തുക്കളുടെ പാക്കേജിംഗ് പ്രക്രിയകൾ നിർമ്മിക്കപ്പെടുന്നതാണ് ചെറിയ സഞ്ചികളാണ് എന്താ ലൈസോസോമുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ഇവയ്ക്ക് ഈ സഞ്ചികൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഇവയ്ക്ക് ധാരാളം ദഹന രാസായനികൾ ഈ സഞ്ചികളിൽ ഉണ്ട് അല്ലെ. ഏകദേശം എല്ലാ തരത്തിലുള്ള ദഹന രാസായനികൾ എവിടെ കാണപ്പെടുന്നു? ഈ ലൈസോസോമുകളിൽ കാണപ്പെടുന്നു. ഈ ലൈസോസോമുകളിൽ സഞ്ചികളിൽ കാണപ്പെടുന്ന ദഹന രാസായനികൾ ഏതൊക്കെയാണ്? ലിപ്പേസ്, പ്രോട്ടേസ്, കാർബോഹൈഡ്രേറ്റ്സ് തുടങ്ങിയൊക്കെയാണ്. ഇവയ്ക്ക് അസിഡിക് pH നന്നായിട്ട് രാസായനികൾ പ്രവർത്തിക്കാൻ സാധിക്കും. അടുത്ത മനസ്സിലാക്കിയ മറ്റൊരു പ്രധാന പോയിന്റ്, ഇവ കാർബോഹൈഡ്രേറ്റുകൾ, അത് പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ, ന്യൂക്ലിക് ആസിഡ് എന്നിവയ്ക്ക് ദഹിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ലൈസോസോമുകൾക്ക് ഉണ്ട്. അപ്പൊ കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡുകൾ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡ് എന്നിവ ദഹിപ്പിക്കാനുള്ള കഴിവുള്ള കോശാംഗം ഏതാണ്? ലൈസോസോമുകളാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ലൈസോസോംസിനെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ലൈസോസോമുകളെ ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗ്സ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതെന്താണ്? ലൈസോസോമുകള് ചില കോശങ്ങളെ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ നശിച്ച കോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോശാംഗമാണ് ലൈസോസോമുകൾ. ലൈസോസോമുകളിൽ നശിച്ച കോശാംഗങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ചില അവസരങ്ങളിൽ ഇവ സ്ഥിതി ചെയ്യുന്ന കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്നു. അപ്പൊ ഇവ സ്ഥിതി ചെയ്യുന്ന കോശങ്ങളെ ചില ദിവസങ്ങൾ നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവ പേരിട്ട് വിളിക്കുന്ന ആത്മഹത്യാ സഞ്ചികൾ, സൂയിസൈഡൽ ബാഗ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? ലൈസോസോമുകളുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷൻ എന്താണ്? നശിച്ച കോശങ്ങളെ ഇവ കോശത്തിൽ നിന്നും മാറ്റുന്നതിന് അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ചില അവസരങ്ങളിൽ നിന്ന് ഇവ സ്ഥിതി ചെയ്യുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവയെ ആത്മഹത്യാ സഞ്ചികൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗ്സ് എന്ന പേരും കൂടെ ഇവയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ലൈസോസോമുകളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്ത മനസ്സിലാക്കുന്നത് ഫേനങ്ങൾ അല്ലെങ്കിൽ വാക്യൂൾസിനെ കുറിച്ചാണ്. ഫേനങ്ങൾ അല്ലെങ്കിൽ വാക്യൂൾസ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒറ്റ സ്ഥലത്താൽ പൊതിയപ്പെട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന അറകളാണ് ഫേനങ്ങൾ. അപ്പൊ ഫേനങ്ങൾ എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിക് കോശങ്ങളിലെ അന്തർസ്ഥല വ്യവസ്ഥയിൽപ്പെടുന്ന മറ്റൊരു കോശാംഗമാണ്. ഇത് എങ്ങനെ കാണപ്പെടുന്നുണ്ട്? ഒറ്റ സ്ഥലത്താൽ പൊതിയപ്പെട്ടാണ് കാണുന്നത്. ഒറ്റ സ്ഥലത്താൽ പൊതിയപ്പെട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന അറകളാണ് ഫേനങ്ങൾ. ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ഒരൊറ്റ സ്ഥലം കൊണ്ടാണ് ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ കോശദ്രവ്യത്തിലാണ് ഇവ കാണപ്പെടുന്നത്. അത്തരത്തിലെ അറകളാണ് ഇത് ഫേനങ്ങൾ. ഫേനങ്ങൾ എന്ന അറകളാണ്. ഒറ്റ സ്ഥലത്താൽ പൊതിയപ്പെട്ട കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന അറകളെ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഫേനങ്ങൾ അഥവാ വാക്യൂൾസ് എന്ന് പറയുന്നു. ഇനി ഈ അറയ്ക്കുള്ളിൽ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ, കോശത്തിന് ആവശ്യമില്ലാത്ത മറ്റു പദാർത്ഥങ്ങൾ എന്നിവ അടങ്ങിയിരിക്കും. അപ്പൊ ഇതൊരു അറയാണ്. ഈ അറ എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു കോശാംഗമാണ്. ഈ അറ എന്തൊക്കെ അറയ്ക്കുള്ളിൽ ശേഖരിച്ചിട്ടുണ്ട്? ജലം അല്ലെ, ജലം, അതുപോലെ ലവണങ്ങൾ, പിന്നെ അതുപോലെ വിസർജ്യ വസ്തുക്കൾ, പിന്നെ കോശത്തിന് ആവശ്യമില്ലാത്ത മറ്റു പല പദാർത്ഥങ്ങളും എവിടെ കാണപ്പെടുന്നു? ഈ പറഞ്ഞ ഫേനങ്ങളിൽ കാണപ്പെടുന്നു. ഈ ഫേനത്തിന്റെ സ്ഥരാവരണത്തെയാണ് ടോണോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു കോശദ്രവ്യത്തില് സ്ഥലത്താൽ പൊതിഞ്ഞാണ് എന്ത് കാണപ്പെടുന്നത്? ഫേനങ്ങൾ കാണപ്പെടുന്നത്. ഫേനങ്ങൾ കാണപ്പെടുന്നത് കോശദ്രവ്യത്തിൽ സ്ഥലത്താൽ പൊതിഞ്ഞ അറകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ അറകളിൽ എന്തൊക്കെ ശേഖരിച്ചിട്ടുണ്ട്? ജലമുണ്ട്, ലവണങ്ങളുണ്ട് അല്ലെ, പിന്നെ അതുപോലെ വിസർജ്യ വസ്തുക്കൾ. അത് മാത്രമല്ല കോശത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെ പദാർത്ഥങ്ങളുണ്ടോ അതൊക്കെ എവിടെയാണ് ശേഖരിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ ഫേനങ്ങൾക്കുള്ളിലെ അറകളിലാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഫേനത്തിന് ചുറ്റും ഒരു സ്ഥരാവരണമുണ്ട്. ആ സ്ഥരാവരണത്തെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. എന്താണ്? ടോണോപ്ലാസ്റ്റ്. ആ സ്ഥരാവരണത്തെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഏത് കോശാംഗത്തിന്റെ സ്ഥരാവരണമാണെന്ന് ചോദിച്ചാൽ ഏതിന്റെയാണ്? ഫേനങ്ങളുടെ സ്ഥരാവരണം. ഫേനത്തിന്റെ സ്ഥരാവരണമാണ് ടോണോപ്ലാസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇനി മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രധാനമായിട്ട് ഫേനങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? സസ്യകോശത്തിലാണ് കാണപ്പെടുന്നത്. യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ തന്നെ സസ്യകോശങ്ങളാണ് എന്ത് കാണപ്പെടുന്നത്? ഫേനങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ കോശത്തിന്റെ ഏകദേശം 90% ഭാഗവും ഫേനങ്ങൾ കൈയടിക്കുക. എവിടെയാണ്? സസ്യകോശത്തിൽ അല്ലെ. സസ്യകോശം എടുക്കുകയാണെങ്കിൽ സസ്യകോശത്തിലെ 90% ഭാഗവും എന്താണ് കാണപ്പെടുന്നത്? ഫേനങ്ങളായിരിക്കും കാണപ്പെടുന്നത്. ഇവിടെ സസ്യങ്ങളിൽ വിവിധ തരത്തിലെ അയോണുകളും മറ്റു പദാർത്ഥങ്ങളും ഫേനത്തിനുള്ളിലേക്ക് അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് ഗാഢത കൂടിയ ഭാഗത്തെ കടത്തുവാൻ സഹായിക്കുന്നത് ടോണോപ്ലാസ്റ്റ് ആണ്. അപ്പൊ ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഫേനത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു സ്ഥരാവരണമാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി സസ്യകോശത്തിലെ 90% ഭാഗവും ഫേനങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള സസ്യത്തിലെ വിവിധതരം അയോണുകളും മറ്റു പദാർത്ഥങ്ങളും ഒക്കെ ഫേനത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നു. അപ്പൊ ഫേനത്തിനുള്ളിലേക്ക് കടത്തിവിടുന്ന സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അയോണുകളും മറ്റു പദാർത്ഥങ്ങളെയും ഒക്കെ ഫേനത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണ്. ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണ് കടത്തിവിടാൻ സഹായിക്കുന്നത്. അത് സഹായിക്കുന്ന ആരാണ്? ഫേനങ്ങളുടെ സ്ഥരാവരണമായ ടോണോപ്ലാസ്റ്റ് ആണ്. അപ്പൊ സസ്യങ്ങൾ വിവിധ അയോണുകൾ അതുപോലെ തന്നെ മറ്റു പദാർത്ഥങ്ങൾ ഇവയൊക്കെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നാണ് ഇവിടെ കൂടിയ ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. അത് ഈ പറയുന്ന ഫേനത്തിന്റെ സ്ഥരാവരണമായ ടോണോപ്ലാസ്റ്റിലൂടെയാണ് മനസ്സിലാക്കുക.
അതിനാൽ ഫേനകൾക്കുള്ളിൽ തന്നെ ഇവിടെ ഗാഢത കോശദ്രവ്യത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഫേനകൾക്കുള്ളിൽ ഇവിടെ ഗാഢത എങ്ങനെയായിരിക്കും? ഫേനകൾക്കുള്ളിൽ തന്നെ ഇവിടെ ഗാഢത കോശദ്രവ്യത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. കാരണം കുറഞ്ഞ ഭാഗത്തുനിന്ന് കൂടിയ ഭാഗത്തേക്കാണ് ഈ ഫേനങ്ങൾ ടോണോപ്ലാസ്റ്റിലൂടെ ഫേനങ്ങളിലേക്ക് എന്ത് കടത്തിവിടുന്നത്? ടോണോപ്ലാസ്റ്റിലൂടെ അയോണുകളും പദാർത്ഥങ്ങളും സസ്യങ്ങളിലേക്ക് കടത്തിവിടുന്നത്. അപ്പൊ ഈ പറയുന്ന കോശദ്രവ്യത്തെ അപേക്ഷിച്ച് ഈ പറയുന്ന ഫേനകൾക്കുള്ളിൽ എങ്ങനെയിരിക്കും? ഗാഢത കൂടിയിരിക്കും. കാരണം കുറഞ്ഞ ഭാഗത്തുനിന്ന് കൂടിയ ഭാഗത്തേക്ക് ഫേനങ്ങളിലൂടെയാണ് ഇത് കടത്തിവിടുന്നത്. അപ്പൊ ഫേനകൾക്കുള്ളിൽ ഗാഢത കോശദ്രവ്യത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. ഇത്രയാണ് നമ്മൾ ഫേനകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി അമീബകൾ വിസർജനത്തിൽ സഹായിക്കുന്ന സങ്കോച ഫേനകൾ, കോൺട്രാക്റ്റൈൽ വാക്യൂൾ. അമീബകളുടെ പ്രത്യേകത എന്താണ്? വിസർജനത്തിൽ സഹായിക്കുന്ന ഒരു ഫേനം അവിടെ ഉണ്ട്, അതിന് കോൺട്രാക്റ്റൈൽ വാക്യൂൾ അല്ലെങ്കിൽ സങ്കോച ഫേനം എന്ന് പറയുന്നു. കൂടാതെ പ്രോട്ടിസ്റ്റുകളുടെ കോശങ്ങളിൽ ആഹാരകണികളെ വിഴുങ്ങുന്നത് മൂലം ഭക്ഷണ ഫേനം ഉണ്ടാകാറുണ്ട്. പ്രോട്ടിസ്റ്റ് കോശങ്ങൾ എടുക്കുകയാണെങ്കിൽ ആഹാരകണികളെ വിഴുങ്ങുന്നത് മൂലം അവരുടെ ഭക്ഷണ ഫേനങ്ങൾ, എവിടെ ഫുഡ് വാക്യൂളും പ്രോട്ടിസ്റ്റുകളിൽ കാണപ്പെടുന്നു. ഫേനങ്ങൾ സസ്യങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ അമീബകളുടെ വിസർജനത്തെ സഹായിക്കുന്ന ഫേനമാണ് സങ്കോച ഫേനം അല്ലെങ്കിൽ കോൺട്രാക്റ്റീവ് വാക്യൂൾ. ഇനി അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റുകളിൽ ആഹാരകണികളെ കോശങ്ങളിൽ വിഴുങ്ങുന്നതിന് സഹായിക്കുന്ന ഒരു ഫുഡ് വാക്യൂൾ ഉണ്ട്, അല്ലെങ്കിൽ ഭക്ഷണ ഫേനം കാണപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫേനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഫേനങ്ങളെ കുറിച്ച്? ഫേനം എന്ന് പറയുന്നത് ഒറ്റ സ്ഥലത്താൽ പൊതിയപ്പെട്ട ഒരു കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഒരു അറയാണ് അല്ലെ. ആ അറ എവിടെ കാണപ്പെടുന്നത്? സസ്യകോശത്തിലാണ് കാണപ്പെടുന്നത്. ഇനി അറയ്ക്കുള്ളിൽ, അറയെന്ന് പറയുമ്പോൾ ആ അറയ്ക്കുള്ളിൽ എന്തൊക്കെ സംഭരിച്ചു? ജലമുണ്ട്, ലവണങ്ങളുണ്ട്, വിസർജ്യ വസ്തുക്കളുണ്ട്. പിന്നെ കോശത്തിൽ ആവശ്യമില്ലാത്ത എല്ലാ പദാർത്ഥങ്ങളും എവിടെ കാണപ്പെടുന്നു? ഈ അറയ്ക്കുള്ളിൽ കാണപ്പെടും. ഇനി കോശത്തെ പൊതിഞ്ഞൊരു ഒറ്റ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ സ്ഥലത്തെയാണ് ടോണോപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ സസ്യകോശം എടുക്കുകയാണെങ്കിൽ 90% ഫേനകൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് സസ്യങ്ങൾ എടുക്കാൻ, സസ്യങ്ങളെ അയോണുകളും അതുപോലെ മറ്റു പദാർത്ഥങ്ങളും ഒക്കെ ഈ ഫേനങ്ങളിലേക്ക് എത്തുന്നത് ഏതിൽ കൂടെയാണ്? ഈ സരാവമായ ടോണോപ്ലാസ്റ്റിലൂടെ. അപ്പൊ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫേനങ്ങൾക്കുള്ളിൽ ഗാഢത കോശദ്രവ്യത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ പറഞ്ഞു, ഫേനങ്ങൾ എന്ന് പറഞ്ഞാൽ അമീബയിൽ കാണപ്പെടുന്ന വിസർജ്യത്തിന് സഹായിക്കുന്ന ഒരു ഫേനം അമീബയിലുണ്ട്. അതിനെ വിളിക്കുന്ന സങ്കോച ഫേനം അല്ലെങ്കിൽ കോൺട്രാക്റ്റീവ് വാക്യൂൾ ആണ്. ഇനി പ്രോട്ടിസ്റ്റുകളിലും ഫേനം കാണപ്പെടുന്നത് അത് കോശങ്ങളെ ആഹാരകണികളെ വിഴുങ്ങുന്നതിന് സഹായിക്കുന്ന ഫേനമാണ്. അത് ഫുഡ് വാക്യൂൾ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഭക്ഷണ ഫേനം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് രണ്ട് ഫേനങ്ങൾ എവിടെ കാണുന്നു? അമീബയില് കോൺട്രാക്റ്റീവ് വാക്യൂൾ എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ സങ്കോച ഫേനം, അതുപോലെ പ്രോട്ടിസ്റ്റ് അടിക്കുന്ന ഭക്ഷണ ഫേനം, ഫുഡ് വാക്യൂളും കാണപ്പെടും. അപ്പൊ ഇത്രയാണ് ഫേനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അന്തർസ്തര വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന കോശങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ആന്തരദ്രവ്യ ജാലയെ കുറിച്ച് മനസ്സിലാക്കി, ഗോൾജി വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കി, പിന്നെ ലൈസോസോമുകൾ, ഇപ്പോൾ ഫേനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ അന്തർസ്തര വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന കോശങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട മാക്സിമം പോയിന്റ്സ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി പോർഷൻസ് കാണാം. Bye from me. Thank you.